ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധികയോട് അഭിനയിച്ചോളാനും അച്ഛൻ പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ സമ്മതവും കിട്ടിക്കഴിഞ്ഞു. ഇതിൽ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് പ്രിയങ്ക. ഈ യാത്ര പൂർത്തിയാവില്ല, എൻ്റെ ചങ്കി കുത്തിയാണ് ആ യാത്ര എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയങ്ക അവിടെ നിന്ന് പോയി. തുടർന്ന് വരുണും പ്രിയങ്കയും ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിലും വരുൺ രാധികയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ സിനിമയിൽ അഭിനയിക്കരുത്, ഇപ്പോൾ പറഞ്ഞാലും മതി, ഞാൻ ഇന്ദ്രജിത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തോളാം എന്നൊക്കെ. എന്നാൽ രാധിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് എനിക്ക് ശീലം. ഇത് കേട്ട് വരുൺ ദേഷ്യത്തോടെ പറയുന്നു, എൻ്റെ ജീവിതമാണ് താൻ ഇല്ലാതാക്കുന്നത്, വരുണിൻ്റെ ജീവിതം വരുണിൻ്റെ കയ്യിലല്ലേ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അല്ല, നിനക്കെൻ്റെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കാനും കഴിയും. കരുതിക്കൂട്ടി ഇങ്ങനെ എന്നേക്കുമായി എന്നിൽ നിന്നും ഒഴിവായി പോവുകയാണെങ്കിൽ താൻ വിചാരിക്കുന്നത് പോലെ പ്രിയങ്കയുമൊത്ത് ഒരു നല്ല ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഞാൻ എവിടേക്കെങ്കിലും അങ്ങ് പോകും, പിന്നീട് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. അപ്പോൾ തനിക്ക് വിഷമാവോ? രാധിക പറയുന്നു, കുറച്ച് വേഗം പോകാം, പൂജയ്ക്ക് മുന്നേ എനിക്ക് അവിടെ എത്തണം. പ്രിയങ്കയെ ഞാൻ നിർബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കുകയല്ലല്ലോ. അവൾ ചോദിക്കുന്ന പണം കൊടുത്ത് അവൾ ചോദിക്കുന്ന അവസരം ഉണ്ടാക്കി സന്തോഷത്തോടെ പടിയിറങ്ങി പോവല്ലേ. എന്നാലും രാധിക വിഷയം മാറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള വഴി ഇതാണോ ദൂരം കൂടിയതുപോലെ? സത്യത്തിൽ ഇന്ന് ആ സിനിമയുടെ വിളക്ക് കൊളുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ കൊളുത്തു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് അണഞ്ഞു പോവുകയാണെന്ന് വരും. ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാമോ? ഞാൻ ആ പൂജയുടെ കാര്യം ഇങ്ങനെ മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട്. പൂജ 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 എന്ന് പറഞ്ഞ് വരുൺ അവിടെ വണ്ടി നിർത്തിയിട്ട് ദേഷ്യത്തോടെ രാധികയോട് വരുൺ പറയുന്നുണ്ട്, വേറൊന്നും തനിക്ക് പറയാനില്ലേ? ഒരാളിങ്ങനെ ജീവനോട് ദഹിപ്പിക്കുന്നതിൽ രസം പിടിച്ചു പോയി അല്ലേ? ശരി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം, ഏതെങ്കിലും വണ്ടി പിടിച്ച് പോയിക്കോളാം, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് രാധിക ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വരുൺ പറയുന്നു, ശരി, ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് പോകാം. അങ്ങനെ വരുൺ വീണ്ടും വണ്ടി എടുക്കുന്നുണ്ട്. താൻ പറഞ്ഞ ആ വലിയ മാറ്റം ഉണ്ടല്ലോ, സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആ വലിയ മാറ്റം, അത് ഞാൻ മനസ്സിലാക്കിയാലേ പറ്റൂ. രാധിക മനസ്സിൽ പറയുന്നുണ്ട്, മാപ്പ് വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ അഭിനയിക്കാൻ പോവുകയാണ്, കരിയറിൽ ഞാൻ അഭിനയിക്കാൻ പഠിക്കാൻ പോവുകയാണ്. തുടർന്ന് കളിമംഗലം എല്ലാവരെയും അവിടെ ഇരിക്കുകയാണ് ഹോളിൽ. മുത്തശ്ശിയും അമ്മയും പിന്നെ ഉർവശിയും കൽപ്പനയും എല്ലാവരും ഉണ്ട്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? കണിമംഗലത്ത് വന്ന ഒരു കുട്ടിയെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവരെയും വരുൺ സമ്മതിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? പ്രിയങ്കയ്ക്ക് പകരം രാധികയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഈ സിനിമാക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കുപ്പയിൽ കിടന്ന പെണ്ണിനെയാണോ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്? എന്തായാലും ഉർവശിയെ തേടി ആരും വന്നില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു. ഇതിനൊക്കെ ഒരുങ്ങിക്കെട്ടി നടന്നാൽ എൻ്റെയും കൽപ്പനയുടെയും പിന്നാലെയും ആളുകൾ വരും. പക്ഷേ ഞങ്ങൾ എന്താ ആലോചിക്കുന്നത്? ഞങ്ങൾ കണിമംഗലത്തെ അന്തസ്സ് സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെയാണ് അല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നല്ലത്, അത്രയെങ്കിലും ഉണ്ടാവുമല്ലോ മനസ്സിൽ എന്നെ മുത്തശ്ശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഇന്നല്ലേ ആ സിനിമയുടെ പൂജ, അപ്പോൾ ഇന്നറിയാം പ്രിയങ്കയാണോ രാധികയാണോ അഭിനയിക്കാൻ പോകുന്നത് എന്ന്. ആ സമയത്ത് ഓട്ടോയിൽ അവിടേക്ക് പ്രിയങ്ക എത്തിയിരിക്കുന്നു. പ്രിയങ്ക മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, വരുൺ എവിടെ പ്രിയങ്കയെ? ഇന്നലെ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കേണ്ടവരെ പോയിട്ടുണ്ട്, വരുൺ തന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പ്രിയങ്ക അവരോട് പറയുന്നു. ചേച്ചി അഭിനയിക്കാൻ തീരുമാനിച്ചു, അച്ഛൻ സമ്മതവും കൊടുത്തു, വരുൺ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതെന്ത് പണിയായി കാണിക്കുന്നത്? പ്രിയങ്കനെ ഇതെല്ലാം സമ്മതിച്ചു കൊടുത്തോ എന്ന് ഉർവശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, അമ്മേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമാണ് ഇത്. എത്ര കരഞ്ഞ് കാല് പിടിച്ചിട്ടാ വരുൺ സമ്മതിച്ചത് എന്നറിയാമോ? അച്ഛനും അമ്മയും മുത്തശ്ശിയും സമ്മതിക്കാൻ ഞാൻ എത്ര പൊരുതിയെന്നറിയോ? ആ ഡയറക്ടറുടെ മുന്നിൽ ചെന്നപ്പോൾ ഞാൻ എത്ര നന്നായിട്ടാ പെർഫോം ചെയ്തത് എന്നറിയാമോ? എന്നിട്ടും എൻ്റെ ഭാഗ്യം ഇല്ലാതാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പ്രിയങ്ക കരയുന്നു. ചേച്ചി എപ്പോഴും ഇങ്ങനെയാ, പാവത്തെ പോലെ നടക്കും. എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത് ചേച്ചിക്ക് സഹിക്കില്ല. ഞാൻ കണിമംഗലത്ത് വന്നതും ഇത്രയും വലിയൊരു അവസ്ഥയിൽ വന്നതും ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. ഉർവശി പറയുന്നു, അങ്ങനെ പറയരുത് മോളെ, നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് അവള് പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? പ്രിയങ്കയുടെ ജീവിതത്തിന് വേണ്ടി രാധിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയങ്ക ജീവിക്കുന്നത് കളിമംഗലത്തല്ലേ, അപ്പോൾ അവൾക്ക് എന്ത് കഷ്ടപ്പാടാ എന്നെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ അമ്മ അവളെ ന്യായീകരിക്കേണ്ട, അമ്മ ഒറ്റപ്പെട്ടു പോവത്തേ ഉള്ളൂ. ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാണ്, ചേച്ചി എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണല്ലോ, അപ്പോൾ ചേച്ചി പറയുന്നതും ഭഗവാൻ പറയുന്നതും ഒരുപോലെയാണെന്നാ എല്ലാവരും ചിന്തിക്കുന്നത്. സൂത്രത്തിൽ ചേച്ചി കാര്യം നടത്തിയെടുക്കുകയും ചെയ്യുമെന്ന് പ്രിയങ്ക. മോളെ, നീ പറയുന്നത് കേട്ട് സങ്കടമുണ്ട്, പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പത്മിനി പറയുമ്പോൾ എന്ത് കാര്യമല്ലെന്ന്, ഇതിപ്പോൾ വരുൺ വിചാരിച്ചാൽ മുടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രാധിക അഭിനയിക്കേണ്ട എന്ന് വരുൺ തീരുമാനിച്ചാൽ വരുണിൻ്റെ കൂട്ടുകാരൻ തന്നെ ആ സിനിമയിൽ അഭിനയിപ്പിക്കുമോ? പക്ഷേ വിചാരിക്കണം എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ ഇതിനിടയിൽ കൃത്യമായ കളി കളിക്കുന്നത് വരുണാണ്. എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ദ്രോഹിക്കണം, അതാണ് വരുണിന്റെ ഉദ്ദേശം. ഉർവശി ആളിക്കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എണ്ണ ഒഴിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ കൽപ്പന. പ്രിയങ്ക കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മയെ ചേച്ചി അഭിനയിച്ചോട്ടെ, പേരെടുത്തോട്ടെ, ഞാനിവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. വരുണിന് എന്നെ ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. പതിയെ പതിയെ നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ലാതാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്ന് പറഞ്ഞ് പ്രിയങ്ക കരയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, മോൾ എന്തായി പറയുന്നത്? അങ്ങനെയൊന്നും ഇവിടെ ആരും ചിന്തിക്കത്ത് പോലുമില്ല. ഞാൻ രാധിക മോളെ ഒന്ന് വിളിക്കാം, അവളുടെ തീരുമാനം മാറ്റാൻ ഞാനൊന്ന് പറയാം. അത് ശരിയാ അമ്മയെ, അവൾക്ക് വലിയ ബഹുമാനമാണല്ലോ. ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നത് അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പ്രിയങ്ക കരുതുന്നത് പോലെ അവളൊരു സ്വാർത്ഥയാണ് എന്നെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, പ്രിയങ്ക മോളെ നീ സമാധാനിക്കേ, അമ്മ കാര്യമായിട്ട് പറഞ്ഞാൽ അവളത് അനുസരിക്കും. അഥവാ അവൾ അനുസരിച്ചില്ലെങ്കിൽ രാധികയ്ക്ക് കണിമംഗലത്തുള്ള ബന്ധം അതോടെ അവസാനിക്കും. ഈ പാടി കയറാൻ അവളെ സമ്മതിപ്പിക്കരുത്, അതായിരിക്കണം അമ്മയുടെ തീരുമാനം എന്നും ഉർവശി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പുനർജന്മം, അതാണ് പുതിയ സിനിമയുടെ പേര്. പൂജയ്ക്കായി എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അവർ അതിനിടെ ഒരുപാട് കാലത്തിന് ശേഷം അമ്മ മോളെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമല്ലേ എന്നൊക്കെയാണ് കഥയുടെ ആദ്യത്തെ തുടക്കം. അതിപ്പോൾ ഇന്ദ്രജിത്ത് തൊട്ടടുത്തിരിക്കുന്ന സാറിനോട് പറയുന്നുണ്ട്. വരുൺ രാധികയുമായി അവിടേക്ക് വന്നു. രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങുന്നു. സിനിമയിൽ അഭിനയിക്കാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. വേണ്ടപ്പെട്ട ഒരാളുടെ അനുഗ്രഹം വാങ്ങാൻ താൻ മറന്നുപോയി എന്ന് വരുൺ രാധികയോട്. ആരുടെ എന്ന് രാധിക ചോദിക്കുമ്പോൾ ഭർത്താവിൻ്റെ എന്ന് പുഞ്ചിരിയോടെ വരുൺ പറഞ്ഞു. എൻ്റെ താലി കഴുത്തിലുണ്ടല്ലോ, അതോ ഇവിടെ എത്തിയപ്പോൾ അത് പൊട്ടിച്ചോ? അത് കളയിലാന്ന് കരുതാം, അതാണ് എൻ്റെ കോൺഫിഡൻസ്. അനുഗ്രഹം ചോദിക്കട്ടെ വാ എന്ന് പറഞ്ഞ് വരുൺ പോകുന്നു. രാധിക താലിയിൽ ഇങ്ങനെ പിടിച്ച് നോക്കുന്നുണ്ട്. വരുൺ പോയിട്ട് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി രാധികയെ വിളിക്കുന്നുണ്ട്, വരാൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അവർ അകത്തേക്ക് വരുന്നുണ്ട്. അവിടെ കൂടിയ ചിലരൊക്കെ രാധികയുമൊത്ത് സെൽഫി എടുക്കുന്നുണ്ട്. ഒരു കാര്യം, ഫോട്ടോസ് എടുക്കുന്നതിൽ വിരോധമില്ല, ആരും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത് എന്ന് ഇന്ദ്രജിത്ത് പറയുന്നു. പ്രിയങ്ക വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അയാൾക്ക് സുഖമില്ല എന്ന് വരുൺ. പുതിയ ഹീറോയിനെ തിരുമേനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്ദ്രജിത്ത്. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ കണിമംഗലത്തെ എന്ന് വരുണിനോട് ചോദിക്കുമ്പോൾ അതേ, കണിമംഗലം പരമേശ്വരന്റെ മകനാണ് എന്ന് വരുൺ തിരുമേനിയോട് പറയുന്നു. തിരുമേനി പറയുന്നു, ഇത് ഭാര്യയായിരിക്കും അല്ലേ എന്ന്. പെട്ടെന്ന് രാധിക പറയുന്നു, അല്ല, എൻ്റെ അനുജത്തിയുടെ ഭർത്താവാണ്. ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് തിരുമേനി. അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, മേഡത്തിന്റെ സീറ്റ് ഇവിടെയാണെന്ന്. രാധിക പറയുന്നു, എനിക്കെന്തിനാ പ്രത്യേകിച്ച് ഒരു സീറ്റ്? നിങ്ങളൊക്കെ എവിടെയാണോ ഇരിക്കുന്നത് എനിക്കും അവിടെ ഇരുന്നാൽ മതി. ഞാൻ ഒരു ഉദ്ദേശത്തോടെയുമല്ല വന്നത്. ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഞാൻ തന്നെയായിരിക്കും അവസാനം വരെ എന്നൊക്കെ രാധിക പറയുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം വന്നിട്ട് പൂജ തുടങ്ങാം എന്നും അദ്ദേഹം ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്. ഇതേസമയം കണിമംഗലത്ത് നിന്ന് പത്മിനി രാധികയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാധിക ഫോൺ എടുത്തു. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പോരുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങണമെന്നുണ്ടായിരുന്നു. സമയക്കുറവ് കൊണ്ട് ഒന്നും പറ്റിയില്ല എന്ന് രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴും മോളുടെ ഈ തീരുമാനം വിശ്വാസം വന്നിട്ടില്ല കേട്ടോ. അമ്മയെ സോറി, അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നു എന്നൊക്കെ രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നു, അമ്മയൊരു കാര്യം പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക വല്ലാത്ത കരച്ചിലാണ്. എന്തും വിട്ടുകൊടുക്കുന്ന ആളായിട്ടാണ് അമ്മ മോളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കാര്യത്തിൽ മാത്രം നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പത്മിനി ചോദിക്കുന്നു. അമ്മ വിളിച്ചത് മോളുടെ അനിയത്തിക്ക് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കണം. മോൾ ഈ സിനിമയിൽ നിന്ന് പിന്മാറണം. ഈ അവസരം പ്രിയങ്കയ്ക്ക് മോൾക്ക് കൊടുക്കണം എന്നൊക്കെ പത്മിനി പറയുന്നു. രാധിക പറയുന്നു, അമ്മ ഇവിടെ എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പൂജ നടക്കും. ഇനി എനിക്കൊരു തീരുമാനം മാറ്റി പറയാൻ സാധിക്കില്ല. പത്മിനി പറയുന്നു, അമ്മ മോളോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അപേക്ഷയായിട്ട് പറയുന്നത്. അത് തള്ളിക്കളയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അമ്മ എന്നെ നിർബന്ധിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ ഇതിനേക്ക് കാരണം ഞാൻ അമ്മയോട് പറയാം എന്ന് രാധിക പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന്റെ കാര്യം എനിക്ക് കേൾക്കണമെന്നില്ല. നിന്നെ ചിലരെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ രാധിക മോൾ അങ്ങനെ ആയിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെന്റെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു. അത് നീ തകർത്തല്ലോ. അത് കുഴപ്പമില്ല മോളെ. ശരി മോളെ, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് പറഞ്ഞ് പത്മിനി ഫോൺ വെച്ചു. ചേച്ചി എന്താണ് പറഞ്ഞതമ്മേ എന്ന് പ്രിയങ്ക ആകാംക്ഷയോടെ പത്മിനിയോട് ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട്, രാധിക ഈ സിനിമയിൽ അഭിനയിക്കും, അതിലൊരു മാറ്റമില്ലെന്നാണ് അവൾ പറഞ്ഞത്. അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായോ? അമ്മ പറഞ്ഞ വാക്കിന് പോലും ഇത്ര നിസ്സാരമായിട്ടാണ് ചേച്ചി മാറ്റിയത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ചേച്ചിയോട് ഒരല്പം അകലം പാലിച്ച് ഞാൻ മാറി നിന്നത്. ചേച്ചി ചതിക്കും, അതാർക്കും മനസ്സിലാക്കാത്ത സമയത്താണെന്ന് മാത്രം. അമ്മ നോക്കിക്കോ, അതിന് വിട്ട് ചേച്ചിയെ സ്നേഹിച്ചതിനുള്ള കൂലി ചേച്ചി കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അമ്മയ്ക്കും അച്ഛനും വൈകാതെ അത് മനസ്സിലാകും. പത്മിനി പറയുന്നു, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് രാധിക മോള് അത് തട്ടിക്കളയുമെന്ന് വിചാരിച്ചതല്ല. വലിയ സ്ഥലത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വാക്ക് കേട്ടാലെന്താ, തട്ടിക്കളഞ്ഞാലെന്താ
ഇനി സിനിമയിൽ അഭിനയിച്ചാലും ചേച്ചി കൂളായിട്ട് തന്നെ ഇവിടെ കയറി വരും. അമ്മയോടും മുത്തശ്ശിയോടും ശ്രീകൃഷ്ണ ഭക്തിയുടെ കഥകൾ പറയും. അപ്പൊ പിന്നെ ചേച്ചിയെ കൈകൂപ്പി തൊഴാതെ വേറെ മാർഗമില്ലല്ലോ. പത്മിനി പറയുന്നു, ഇനി ഇങ്ങോട്ട് വരട്ടെ, പറയാനുള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇങ്ങോട്ടില്ലാത്ത കരുതൽ അങ്ങോട്ട് വേണ്ടെന്നാ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് പത്മിനി പോകുന്നു. അപ്പോൾ പ്രിയങ്കയ്ക്ക് കുറച്ച് സമാധാനമായി. ചേച്ചി നോക്കിക്കോ, അമ്മയുടെ മനസ്സിൽ വന്ന ഈ മാറ്റം ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ ഞാൻ കൊണ്ടുവരും. കാണിമംഗലത്ത് ചേച്ചിന് കാലുകുത്താൻ പാടില്ല. അവരെല്ലാം തീരുമാനിക്കും, ഞാൻ തീരുമാനിപ്പിക്കും. ആറ്റുവാശ്ശേരിയിലും കണിമംഗലത്തും രാധികയെ സ്നേഹിക്കുന്ന ഒരാളും ഇനി ബാക്കിയുണ്ടാകില്ല. അത് എൻ്റെ തീരുമാനമാണെന്നും എൻ്റെ അവസരം തട്ടിയെടുത്തവൾ ഞാൻ അറിയുന്ന കുരുക്കിൽ തന്നെ തലവെച്ച് തരണം, കൊല്ലണം എനിക്ക് എന്നൊക്കെ പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക രാധികയോട് വല്ലാത്ത ഒരു പകയുമായി നിൽക്കുന്നു. ഇതേസമയം സിനിമയുടെ പൂജയിൽ വരുണും ഇന്ദ്രജിത്തും സംസാരിച്ചിരിക്കുമ്പോൾ വരുണിനെ നോക്കിയിരിക്കുകയാണ് രാധിക. വരുൺ ഇപ്പോൾ രാധികയെ നോക്കിയപ്പോൾ പെട്ടെന്ന് മുഖം തിരിച്ചു മാറ്റുകയാണ് രാധിക. ഡയറക്ടർ അവിടേക്ക് വരുന്നു. നമ്മുടെ ഹീറോ ഇതാ വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഹീറോ അവിടേക്ക് വരുന്നു. വരുണും രാധികയും പിന്നെ എല്ലാവരും ഹീറോയെ നോക്കുന്നുണ്ട്. ആ ഹീറോയും മൊത്തം ചിലരൊക്കെ സെൽഫി എടുക്കുകയും ചെയ്യുന്നു. രാധിക ആ ഹീറോയെ നോക്കുന്നത് വരുൺ ശ്രദ്ധിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.